ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ഇഷ്യൂവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ലേറ്റസ്റ്റായിട്ട് നമ്മുടെ തന്നെ കേരളത്തിൽ പാലക്കാട് പുതുശ്ശേരിയിൽ ഒരു ക്രിസ്മസ് കാരൽ ഗ്രൂപ്പ്, ഒരു കുട്ടികളുടെ ക്രിസ്മസ് കാരൽ ഗ്രൂപ്പിനെതിരെ ഉണ്ടായ ഒരു RSS BJP വർക്കറായിട്ടുള്ള അശ്വിൻ രാജ് എന്ന പേരുള്ള ഒരു 24 വയസ്സുള്ള ഒരാളുടെ ഒരു അക്രമം ഉണ്ടായി. അവരുടെ ബാൻഡ് സെറ്റ് എല്ലാം തന്നെ തകർക്കുകയും അവിടെ മൊത്തത്തിലൊരു സംഘർഷവും അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടായി. അയാൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് നമ്മൾ ഒന്നുകൂടി ആഴത്തിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തായാലും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവരുടെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് അങ്ങനെയാണ്. മതങ്ങളുടെ ഒരു സെൻസിറ്റിവിറ്റി അത്ര കൂടുതലാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ. പക്ഷേ കേരളത്തിൽ അതും പണ്ട് ഇത്രയും സംഘർഷങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നതെന്നാണ് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവാത്തത്. അതും ഈ ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിൽ റീസെൻ്റായിട്ട് BJPക്ക് കുറച്ച് 2 to 3 സീറ്റ്സ് നേടാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ പാലക്കാടും തിരുവനന്തപുരമൊക്കെ അവരുടെ സ്ട്രോങ് ഏരിയാസാണ്. അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് നോർത്ത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതേ ട്രെൻഡ് തന്നെ ഇവിടെ അവർ ഫോളോ അപ്പ് ചെയ്യുകയാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. പ്രത്യേകിച്ച് ഈ അന്യമതസ്ഥരുടെ ആഘോഷം നടക്കുന്ന സമയത്ത്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ, ഒറീസ, രാജസ്ഥാൻ പോലുള്ള സ്റ്റേറ്റ്സിലിപ്പോൾ ക്രിസ്മസ് ആഘോഷത്തിന് ഫുൾ കൺട്രോളാണ്. അതായത് ഫുൾ നിയന്ത്രണത്തിൽ വേണം അവരാഘോഷിക്കാൻ. പുറത്തേക്ക് സൗണ്ടോ ക്രിസ്മസ് കാരോളോ അങ്ങനെയുള്ള വിപുലമായിട്ടുള്ള ആഘോഷങ്ങൾ എന്തെങ്കിലും കണ്ടക്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അതിനെതിരെയുള്ള പ്രവർത്തനവും അതിനെതിരെയുള്ള പ്രതിഷേധവും എല്ലാം അവിടെ ആക്റ്റീവായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ത്രെഡ്സ് പോലും, അതായത് ഭീഷണി, അതായത് ആഘോഷിക്കാൻ പാടില്ല, ഈ രാജ്യം ഹിന്ദുക്കളുടെ രാജ്യമാണ്, വേറെ ഒരു മതസ്ഥരുടെ അല്ല, അവരുടെ മതങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യൽ, ദൈവങ്ങൾക്കെതിരെ ചോദ്യം ചെയ്യൽ, അങ്ങനെ പലതും. അപ്പോൾ അതേ നോർത്ത് ഇന്ത്യൻ ട്രെൻഡ് തന്നെ കേരളത്തിൽ നടത്തിക്കുകയാണോ എന്നൊരു സംശയം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ വേണം എല്ലാവരും ഇതിനെതിരെ റിയാക്ട് ചെയ്യാൻ. ഫുള്ളി സെക്യുലറാണ്, ഫുൾ ലിറ്ററസി റേറ്റാണ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ഇപ്പോൾ ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ മുസ്ലിം ഇപ്പോൾ നമ്മുടെ രാജ്യത്തൊരു സെക്കൻഡറി സിറ്റിസൺ പോലെ ജീവിക്കുകയാണ് പറഞ്ഞാൽ നമ്മുടെ ഒരു കൺട്രി ട്രൂലി പ്യുവർലി ഡെമോക്രാറ്റിക് ആണെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് സ്വയം നിങ്ങൾ ചിന്തിക്കുക, അതിനെതിരെ റിയാക്ട് ചെയ്യുക. നമുക്ക് ഈ ഒരു വീഡിയോ നോക്കാം, എന്താണ് അവിടെയുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ BJPയുടെ സ്പോക്സ് പേഴ്സൺ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇത് കരോൾ സംഘം എന്നല്ല, ഈ നാട്ടിൽ നടക്കുന്ന ഓരോ ഉത്സവങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായി വർഗീയത കലർത്തിക്കൊണ്ട് അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ RSSകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അവർക്ക് നേതൃത്വം കൃത്യമായ ചെല്ലും ചെലവും കൊടുത്തുകൊണ്ടാണ് ആൾക്കാരെ ഇവിടെ വെച്ചിട്ടുള്ളത്. ഞങ്ങൾ എല്ലാ കാലഘട്ടത്തും സമ്മേളനത്തിൽ കൃത്യമായിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ ലേഖനം അതിൽ കൃത്യമായി ആലേഖനം ചെയ്യാറുണ്ട്. ആ ബാൻഡാണ് ഇന്നലെ എടുത്തു കൊണ്ടുപോയത്. എന്തടിസ്ഥാനം നിങ്ങൾ ഈ സാധനം ഇവിടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടികളെ ഓടിച്ചിട്ട് തല്ലാൻ ശ്രമിക്കുകയും അതാണ് പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയ കുട്ടികളെ പോലും വെറുതെ വിടുന്നത്, അതായത് ഈ അവരുടെ വർഗീയത ചെറിയ കുട്ടികളിൽ വരെ ആക്രമിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഈ നാട് ചെയ്യണം സമാധാനം ലക്ഷ്യം പോകുന്ന ആളുകളെ കരോൾ സംഘമായിട്ടാണോ പറയുന്നത്? ഈ കാളാണ്ടി അതിൽ ബിഷപ്പ് പറഞ്ഞല്ലോ, കൃത്യമായി പറഞ്ഞല്ലോ. നിങ്ങൾ അല്ല മദ്യപിച്ചിട്ടെന്ന് ബിഷപ്പ് പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ബിഷപ്പ് അല്ല, ഞാൻ പറയുന്നത് ആ പോയ സംഘം മദ്യപിച്ചിട്ട് അവിടെ ഞങ്ങളുടെ രതീഷ് എന്നുള്ള പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട സ്ഥലമാണ് കാളാണ്ടിത്തറ. അവിടേക്ക് ബോധപൂർവം സംഘർഷമുണ്ടാക്കാനായിട്ട് CPMന്റെ ക്രിമിനൽ സംഘം പോയതാ. എവിടെയെങ്കിലും ബാൻഡ് ഇതിൽ CPMന്റെ കേട്ടല്ലോ അല്ലേ? അതായത് ഈ 14 അല്ലെങ്കിൽ 15 വയസ്സുള്ള കുട്ടികൾ മദ്യപിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടി, അതിൻ്റെ പ്രതിഷേധമായിട്ട് അതിനെതിരെ ചെയ്ത പ്രവൃത്തിയാണെന്നാണ് ഇയാൾ പറയുന്നത്. ഇയാളെയൊക്കെ എന്താ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ 14 15 വയസ്സുള്ള കുട്ടികളൊക്കെ മദ്യപിക്കുന്നൊക്കെ ആരോപിക്കാനുള്ള ധൈര്യം ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് മാത്രമല്ല, CPM എന്ന പാർട്ടിയുടെ ബാൻഡ് സെറ്റ് ഉപയോഗിച്ചത് മറ്റൊരു കാരണമാണെന്ന്. ഇത് ഇന്ത്യയല്ലേ, ഇവിടെ ആരുടെ പാർട്ടി
എന്തുപയോഗിച്ചാലും എന്താണ് ഇപ്പോൾ സേവാഭാരതി RSSൻ്റെ തന്നെ മറ്റൊരു ബ്രാഞ്ച് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സേവാഭാരതി അവരുടെ ആംബുലൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അവരുടെ രക്ഷാപ്രവർത്തനങ്ങളുണ്ട്. അതിനെതിരെ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ ഇപ്പോൾ CPMൻ്റെ ബാൻഡ് യൂസ് ചെയ്താൽ എന്താണ് പ്രശ്നം? മനസ്സിലാവുന്നില്ല എന്താണ് പ്രശ്നമെന്ന്. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോ നോക്കാം. ബാംഗ്ലൂർ നടക്കുന്ന വീഡിയോ ആണ്. അതിലെന്താണ് ഒരു എക്സ്ട്രീമിസ്റ്റിൻ്റെ ഒരു ഡിബേറ്റിനിടയ്ക്ക് ചർച്ചിൽ സംഭവിക്കുന്ന വിഷ്വൽസാണ്. നമുക്ക് അതുകൂടി ഒന്ന് കാണാം. मैं ये पूछना चाहता हूँ मिस्टर फादर से, हम कोई भी क्रिश्चियनों का बाइबल को फॉलो नहीं करेंगे. Am I clear? मौलाना महमूद मदानी is anti-national. That pastor should be arrested. चर्च का फादर से मैं पूछना चाहता हूँ कि जीसस क्राइस्ट का ग्रंथ का नाम बताओ. ग्रंथ करके नहीं है. हाँ क्या है? द गॉस्पेल ऑफ जॉन्स, वो सब क्या चीज है? बाइबल क्या चीज है? धार्मिक ग्रंथ है. ये कहाँ से मैन्युफैक्चर हुआ है? जस्ट टेल मी कहाँ से मैन्युफैक्चर हुआ है? ऑफ कोर्स इट वाज नॉट प्रिंटेड इन इंडिया. भारतवर्ष में ये पैदा हुआ ही नहीं था. विदेशी क्रिश्चियन लोगों का, विदेशी भाषाओं का बाइबल हमारे इंडिया में चलेगा नहीं. हमारा क्या है? चारों वेद है, मनुस्मृति है, उपनिषद है. हम कोई भी क्रिश्चियनों का बाइबल को फॉलो नहीं करेंगे. Am I clear? बोलो. ओम भूर्भुवः स्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात्. ओके. जय श्री राम. जीसस क्राइस्ट इज नॉट आवर्स. हमारा कौन है? राम भगवान. അപ്പം നമ്മൾ കണ്ട പോലെ ഈ എക്സ്ട്രീമിസ്റ്റിൻ്റെയും മെയിൻ ഉദ്ദേശം അതുതന്നെയാണ്. ഇയാളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേറെ കുറേ തീർത്തും ചേരാത്ത കുറേ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെക്കുറിച്ച് നമുക്ക് വേറെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. പക്ഷേ നിലവിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ക്രിസ്മസ് കാരോൾസ് കണ്ടിട്ടുണ്ട്, കുട്ടികളുടെ തന്നെ കാരോൾസ് കണ്ടിട്ടുണ്ട്, അല്ലാതെ ചേർച്ചിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ക്രിസ്മസ് കാരോൾസ് കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇല്ലാത്തൊരു ഭീകരാവസ്ഥ ഇന്നുള്ള കുട്ടികൾക്ക് ഇനിയിപ്പോൾ ഒരു ക്രിസ്മസ് കരോളിന് പോവുകയാണെങ്കിൽ തീർത്തും അവരുടെ സെക്യൂരിറ്റി കൺസേൺസ് നല്ലപോലെ കൺസിഡർ ചെയ്തും ചിന്തിച്ചും തീരുമാനിച്ചും വേണം അങ്ങനെ ഒരു പ്രാക്ടീസിന് ഇറങ്ങാൻ. പണ്ടതൊരു ഫണ്ണായിട്ടുള്ള ഒരു എലമെൻറ്റ് ഉദ്ദേശിച്ച കുട്ടികളത് ചെയ്യുമ്പോൾ ഇന്നത് നടത്താൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഇവൻറ്റ്സും മൈൻഡിൽ വെച്ച് വേണം വോട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ നമുക്ക് ഈ ഒരു റിലീജിയസ് അല്ലെങ്കിൽ കമ്മ്യൂണൽ പോളറൈസേഷൻ ഇതുവരെ ഉണ്ടായിരുന്നില്ല. അത് സോഫാർ ഇല്ലാത്ത രീതിയിലായിരുന്നു. ഇനി മെല്ലെ മെല്ലെ അത് ഡെവലപ്പ് ചെയ്ത് വരികയാണെന്ന് എനിക്ക് ഒരു ഭയമുണ്ട്. ഓൾറെഡി ഹിന്ദു മുസ്ലിം സെപ്പറേഷൻ ഒരു രീതിയിൽ ഉണ്ടായി വരികയാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു തേർഡ് റിലീജിയൻ്റെ കൂടെയും ഇൻക്ലൂഡ് ചെയ്തൊരു സെപ്പറേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, നോർത്ത് ഇന്ത്യയിലുള്ള സ്ഥിതി നിങ്ങൾക്കറിയാം. നിങ്ങൾ ന്യൂസിലൂടെ ഗോ ത്രൂ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ആ ഒരു സ്ഥിതി കേരളത്തിൽ വരാതിരിക്കാൻ നിങ്ങളെല്ലാവരും റിയാക്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബൈ.